ഇതിനെക്കുറിച്ചുള്ള ബാക്കി യൂസർ റിവ്യൂ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോവാം. XMR-ൻ്റെ ഓരോരോ ഫോട്ടോസ് ഹീറോ മോട്ടോകോപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന കുറേ പേര് കമൻറ്റ്സ് ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഹീറോയുടെ ഈ എൻജിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഫ്ലോപ്പാണ്. അതിന് പറയാതിരിക്കാൻ വയ്യ. കാരണം അവർ ഇപ്പോൾ ബാക്കി എല്ലാ കമ്പനി BS6-നും എൻജിനും പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പ്രോബ്ലം ഉണ്ട്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ എല്ലാ കമ്പനികൾക്കും ഉണ്ട്. പക്ഷേ ഹീറോയെ സംബന്ധിച്ച് അതിനൊരു സൊല്യൂഷൻ ഇല്ല. എത്രത്തോളം അതിനെ പ്രോബ്ലത്തിന് ഫിക്സ് ചെയ്യാൻ പോകുന്നോ അത്രത്തോളം പ്രോബ്ലം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോൾ ഭയങ്കര ശോകമാണ് ആസ് എ ഓണർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല, വേറെയും പലവരുമായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. കാരണം എല്ലാവരും ഇത് ഫിക്സ് ചെയ്യുന്നുണ്ട്. നടു റോഡിൽ വണ്ടിയൊക്കെ നിന്നു പോകുന്ന അവസ്ഥ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി ഷോറൂമിൽ കയറി ഇറങ്ങാത്തവരൊന്നുമല്ല. ഞാൻ തന്നെ 12 പ്രാവശ്യം കയറി ഇറങ്ങി. അപ്പോൾ ഇതേപോലെ കയറി ഇറങ്ങുന്ന എത്ര പേരുണ്ടെന്നറിയോ? പിന്നെ ഇതേ സെയിം എഞ്ചിനാണ് 2 ടണ്ണിന്, നിങ്ങൾക്കറിയാം ഇതിൻ്റെ 2 ടണ്ണിൻ്റെ സെയിം എഞ്ചിനാണ് എക്സ്പൾസ് 2 ടണ്ണിൽ വരുന്നത്. പിന്നെ ചെറിയ മോഡിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. എക്സ്ട്രീം 250R-ലും സെയിം എഞ്ചിനാണ് ഇനി വരാൻ പോകുന്ന. അതായത് ഇനി ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റ് എനിക്കൊന്ന് ബുക്കിംഗ് ഡേറ്റ് ആയിട്ടില്ല. XMR 250-ക്കും ഇതിൻ്റെ സെയിം എഞ്ചിനാണ്, ചെറിയൊരു മോഡിഫിക്കേഷനേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ശോകമാണ് ഗൈസ്. വണ്ടി എടുക്കാൻ ഞാൻ ആരുടെ അടുത്ത് റെക്കമെൻഡേറ്റഡ് അല്ല. ആരും വണ്ടി എടുക്കരുതെന്നേ ഞാൻ പറയും. കാരണം ഷോറൂമിൽ കയറി ഇറങ്ങി അങ്ങ് നടക്കാം. അതിൻ്റെ വയറിംഗ് കിറ്റ്, ഇതിൻ്റെ മിററിൻ്റെ അവിടെ സൈഡിലുള്ള പെയിൻറ്റ് പോകുന്നത്, ഇവിടുത്തെ ഈ സൈഡിലുള്ള പെയിൻറ്റൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇടാം. പിന്നെ ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ഭയങ്കര ശോകം. ഹീറോയെ സംബന്ധിച്ചിടത്തോളം ഹീറോയുടെ ഇലക്ട്രിക് വണ്ടി അറിയാമല്ലോ, ഇതാന്ന് പറഞ്ഞ്. അത് കാരണം തന്നെ എത്ര പേര് ക്വാളിറ്റി ഇഷ്യൂ കാരണം ആക്സിഡൻ്റ് ആയെന്നും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം പബ്ലിക്കലി ഉള്ള സാധനങ്ങളാണ്. ഹീറോ ഡിസൈനിൽ ഹീറോയ്ക്ക് അവാർഡ് കൊടുക്കാം. പക്ഷേ അവരിപ്പോഴും തെളിയിച്ചു കഴിഞ്ഞു അവർക്ക് സ്വന്തമായിട്ട് എൻജിൻ ഉണ്ടാക്കാനുള്ള കെൽപ്പില്ല എന്ന് ഹീറോ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞ് മാവറിക്കിലും ഹാർലിയിലോട്ട് നിങ്ങൾ പോകുന്നതിൽ ഞാൻ തെറ്റ് പറയത്തില്ല. വൺ ഓഫ് ദ നല്ലൊരു വണ്ടിയാണ് ഹാർലി, നല്ലൊരു വണ്ടിയാണ്. അതേ സെയിം എൻജിനാണ് മാവറിക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വണ്ടിയൊക്കെ എടുക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഹീറോയുടെ എൻജിൻ വെച്ചുള്ള വണ്ടികൾ, അതും 200cc മേളിലുള്ള വണ്ടികൾ എടുക്കുന്ന ഭയങ്കര ശോകമായിരിക്കും. നിങ്ങളുടെ ഡിസിഷൻ തന്നെ ഭയങ്കര മോശമെന്നേ ഞാൻ പറയത്തുള്ളൂ.